ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം സംവദിക്കും. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ ഡ്രോണുകളും മിസൈലുകളും ചെങ്കടലിൽ വെടിവച്ചിട്ടതായി അമേരിക്ക. രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വൈഗ കൊലക്കേസിൽ പിതാവ് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി ഉച്ചകഴിഞ്ഞ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി. ശബരിമലയിൽ മണ്ഡലപൂജ കഴിഞ്ഞ് അയ്യനെ കണ്ട് മലയിറങ്ങി തീർത്ഥാടകർ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സംവദിക്കും. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ, MPമാർ, MLAമാർ, പ്രാദേശിക തല പ്രതിനിധികൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തുടനീളമുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംവദിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. ഇന്ന് എറണാകുളം ജില്ലയിൽ രാവിലെ രാമമംഗലത്തും ഉച്ചകഴിഞ്ഞ് പാലാക്കുഴ ഗ്രാമപഞ്ചായത്തിലുമാണ് പര്യടനം. പത്തനംതിട്ട ജില്ലയിൽ 35 ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി യാത്ര തുടരുകയാണ്. റാന്നി, പഴവങ്ങാടി, വെച്ചുച്ചിറ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് യാത്രയെത്തും. തൃശൂരിൽ നൂറനാട് പഞ്ചായത്തിലാണ് ഇന്ന് യാത്ര. പടനിലം ക്ഷേത്ര പരിസരത്ത് പരിപാടി പുരോഗമിക്കുന്നു. കോട്ടയത്ത് പൂഞ്ഞാർ, എലിക്കുളം ഗ്രാമപഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഇന്നത്തെ പര്യടനം. വികസിത് ഭാരത് സങ്കല്പ് യാത്ര കണ്ണൂർ ജില്ലയിൽ ഒരു മാസം പൂർത്തിയാകുന്നു. നവംബർ 27-ന് ചെറുപുഴ പഞ്ചായത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഇതുവരെ 46 ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. തൃശൂർ ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്കിടെ PMEGP പദ്ധതി ഗുണഭോക്താവായ ശ്രീമതി വിനീത സുരേഷ് ബാബു തന്റെ അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. പ്രൊഡക്ഷൻ യൂണിറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടങ്ങാനായിട്ടുള്ള എല്ലാ സാമ്പത്തിക സഹായവും ലഭിച്ചിരുന്നത് PMEGPയുടെയും ഖാദി ബോർഡിന്റെയും ഇതിനകത്തുള്ള ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഞാൻ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ഒരു സബ്സിഡി എനിക്ക് അതാത് സമയങ്ങളിൽ കൃത്യമായിട്ട് കിട്ടി. മിഠായി യൂണിറ്റാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചധികം പേർക്ക് തൊഴിൽ കൊടുക്കാനും പറ്റുന്നുണ്ട്, നമുക്ക് എക്സ്പോർട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എഡ്യൂക്കേറ്റർ ആണെങ്കിലും എനിക്ക് ആ ഒരു സഹായം ലഭിച്ചുകൊണ്ട് മാത്രമാണ് സ്വന്തമായിട്ടൊരു യൂണിറ്റ് തുടങ്ങാനായിട്ട് സാധിച്ചത്. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടേതെന്ന് അവകാശപ്പെടുന്ന ഡ്രോണുകളും 5 മിസൈലുകളും തെക്കൻ ചെങ്കടലിൽ വെടിവച്ചിട്ടതായി അമേരിക്ക. പരിക്കുകളോ കപ്പലുകൾക്ക് കേടുപാടുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹൂതികളുടെ വ്യോമാക്രമണം തകർത്തുവെന്ന ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് US പ്രഖ്യാപനം. ഇന്ന് ചേരേണ്ടിയിരുന്ന പതിവ് മന്ത്രിസഭായോഗം മാറ്റിവച്ചു. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമാകും ഇനി മന്ത്രിസഭായോഗം ചേരുക. മറ്റന്നാൾ വൈകിട്ട് രാജ്ഭവനിലാണ് ഇരുവരുടെയും സത്യപ്രതിജ്ഞ. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഗവർണർ അംഗീകരിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി 1000 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള പന്തലാണ് രാജ്ഭവനിൽ ക്രമീകരിക്കുന്നത്. നാളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെയും പുതിയ ഓഫീസ് മന്ദിരത്തിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഉച്ചയ്ക്ക് തിരുവനന്തപുരം വെള്ളയമ്പലത്താണ് ചടങ്ങ്. രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. 2ാമത് ദേശീയ വനിതാ നാടകോത്സവത്തിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് ശക്തമായി മുന്നോട്ടു വരാൻ ഇത്തരത്തിലുള്ള നാടകോത്സവങ്ങൾ സഹായകമാകുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. വൈഗ കൊലക്കേസിൽ കുട്ടിയുടെ പിതാവ് സനു മോഹൻ കുറ്റക്കാരനെന്ന് എറണാകുളം പ്രത്യേക കോടതി. പ്രതിക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു. ഉച്ചകഴിഞ്ഞ് ശിക്ഷ വിധിക്കും. 2021 മാർച്ച് 21-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രതി സനു മോഹൻ കുട്ടിയെ മദ്യം നൽകി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പുഴയിൽ എറിയുകയായിരുന്നുവെന്നാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മലബാറിൽ ടൂറിസം വികസിക്കുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ മൊത്തം കുതിപ്പിന് വഴിയൊരുക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫെസ്റ്റിൽ സംസ്ഥാനത്ത് ആദ്യമായി മറ്റന്നാൾ ഡ്രോൺ ഷോ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബേപ്പൂർ ഇന്റർനാഷണൽ ഫെസ്റ്റിന്റെ ഭാഗമാകാൻ നാവികസേന കപ്പൽ INS കബ്ര ഇന്ന് കോസ്റ്റ് ഗാർഡിന്റെ ICGS ആര്യമാനൊപ്പം ചേരും. 2 കപ്പലുകളിലും പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാം.
ഡിസംബർ 29 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. കോസ്റ്റ് ഗാർഡിന്റെ ALH ഹെലികോപ്റ്റർ രക്ഷാദൌത്യ പ്രദർശനത്തിന്റെ ഭാഗമാകും. അവസാന ദിനം 29-ന് വൈകിട്ട് ICGS ആര്യമാൻ ബേപ്പൂർ പുൽമുട്ടിന് പുറത്ത് നങ്കൂരമിട്ടതിനു ശേഷം ദീപാലങ്കാരവും ഫയറിംഗ് ഓഫ് ഫ്ലയേഴ്സും ചെയ്യും. വിവിധ സേനകളുടെ നേതൃത്വത്തിൽ കലാകായിക പ്രകടനങ്ങളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗം ആരംഭിക്കുന്നതായി മന്ത്രി വീണ ജോർജ്. അതിസങ്കീർണമായ രോഗാവസ്ഥകളിൽ നിന്ന് രോഗികളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന മികച്ച ചികിത്സാ സംവിധാനമാണ് ക്രിട്ടിക്കൽ കെയർ എന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കൈക്കൂലി വാങ്ങുന്നതിനിടെ കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് സപ്ലൈ ഓഫീസർ PK അനിലിനെ വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു. റേഷൻ കാർഡ് അപേക്ഷകനിൽ നിന്ന് 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്നലെ വൈകിട്ടായിരുന്നു അറസ്റ്റ്. മണ്ഡലപൂജ കഴിഞ്ഞ് അയ്യനെ കണ്ട് മലയിറങ്ങി തീർത്ഥാടകർ. ഇന്നു രാത്രി 11-ന് ശബരിമല നടയടച്ചാൽ മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-ന് വൈകിട്ട് വീണ്ടും നട തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. സന്നിധാനത്ത് 41 ദിവസം നീണ്ടുനിൽക്കുന്ന മണ്ഡലകാലത്തിലെ ഏറ്റവും വിശേഷ ദിനമായ ഇന്ന് തങ്കയങ്കി ചാർത്തിയ അയ്യപ്പന് മണ്ഡലപൂജാ ചടങ്ങുകൾ രാവിലെ 10:30-നും 11:30-നും ഇടയിൽ നടന്നു. ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS. പ്രശാന്ത് തുടങ്ങിയവരും സന്നിധാനത്ത് ഉണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ ADGP TR. അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, കേന്ദ്ര ദ്രുതകർമ്മ സേന, ദുരന്ത നിവാരണ സേന എന്നിവരും രംഗത്തുണ്ട്. മണ്ഡലപൂജയ്ക്ക് ശേഷം ഇന്ന് രാത്രി ശബരിമല നടയടച്ചാൽ മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-ന് വൈകിട്ട് വീണ്ടും നട തുറക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. ഇന്ന് അന്താരാഷ്ട്ര പകർച്ചവ്യാധി പ്രതിരോധ ദിനം. പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്ര പൊതുസഭ 2020-ലാണ് അന്താരാഷ്ട്ര പകർച്ചവ്യാധി തയ്യാറെടുപ്പ് ദിനം ആദ്യമായി ആചരിച്ചത്. നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ള പരിശീലനവുമായി ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാ ക്യാമ്പുകൾക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. ജില്ലയിലെ 15 ഉപജില്ലകളിലായി 19 ക്യാമ്പുകളാണ് ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ആദ്യമായാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓപ്പൺ ടൂൺസ്, കെഡിയൻ ലൈവ്, ബ്ലണ്ടർ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിലാണ് ആനിമേഷൻ പരിശീലനം നൽകുന്നത്. പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ പിക്ടോബ്ലാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഗെയിം നിർമ്മാണം, നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നിവ അടിസ്ഥാനമാക്കി മുഖം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന വാതിൽ, ഡ്രൈവർ ഉറങ്ങിയാൽ മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണം, നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന തരംതിരിക്കൽ യന്ത്രം തുടങ്ങിയവ തയ്യാറാക്കും. ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന 147 ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിലായി സ്കൂൾ തല ക്യാമ്പുകളിൽ നിന്ന് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്ത 1108 കുട്ടികളാണ് 19 ഉപജില്ലാ ക്യാമ്പുകളിലായി പങ്കെടുക്കുന്നത്. ഉപജില്ലാ ക്യാമ്പുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന കുട്ടികളെ ജില്ലാ ക്യാമ്പിലും തുടർന്ന് സംസ്ഥാന ക്യാമ്പിലും പങ്കെടുപ്പിക്കും. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31-ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 453 പോയിന്റ് ഉയർന്ന് 71,793-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 141 പോയിന്റ് നേട്ടത്തിൽ 21,582-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 5,850 രൂപയും പവന് 46,800 രൂപയുമാണ് ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. സെഞ്ചൂറിയനിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫ്രീഡം ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനമായ ഇന്ന് ഇന്ത്യ 8 വിക്കറ്റിന് 208 റൺസ് എന്ന നിലയിൽ ആദ്യ ഇന്നിംഗ്സ് പുനരാരംഭിക്കും. ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം സംവദിക്കും. തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കുന്നു. ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ ഡ്രോണുകളും മിസൈലുകളും ചെങ്കടലിൽ വെടിവച്ചിട്ടതായി അമേരിക്ക. രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വൈഗാകൊലക്കേസിൽ പിതാവ് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി ഉച്ചകഴിഞ്ഞ്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി. ശബരിമലയിൽ മണ്ഡലപൂജ കഴിഞ്ഞ് അയ്യനെ കണ്ട് മലയിറങ്ങി തീർത്ഥാടകർ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.